നമ്മളെല്ലാവരും നമ്മുടെ വാർദ്ധക്യത്തിൽ മക്കളുടെ സംരക്ഷണം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതും അത്രയധികം ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിക്കുന്നതും വലുതാക്കുന്നതും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ സംരക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ വിതയ്ക്കുന്നതേ നിങ്ങൾ കൊയ്യൂ എന്നുള്ള ഒരു ആപ്തവാക്യം നിങ്ങൾ കേട്ടിരിക്കാം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിൻ്റെ ഫലമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ചെയ്യാത്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മളുടെ വാർദ്ധക്യത്തിൽ സംരക്ഷണവും സമാധാനവും സുഖവും അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും നമ്മൾ ആഗ്രഹിക്കുന്നെന്തോ അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. അവർക്ക് പരിചരണം, അവർക്ക് സമാധാനം, അവർക്ക് ശാന്തി, ഇവയെല്ലാം കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിൻ്റെ ഫലമായി, ആ പ്രവൃത്തിയുടെ ഫലമായി നമ്മൾക്കും ഇതേ രീതിയിലുള്ള സംരക്ഷണം കിട്ടും. പക്ഷേ ഇന്ന് കാണുന്നത് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ്. അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു അവർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല, ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തോടുകൂടി വാഴുന്നു. എന്നിട്ട് സ്വന്തം മക്കൾക്ക് ധാരാളം പൈസയും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് സ്വന്തം വാർദ്ധക്യത്തിൽ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ലഭിക്കില്ല. കാരണം നമ്മൾ വിത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഫലം കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഫലം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ ആ വിത്തിടുക. പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയെയും പരിരക്ഷിക്കുക. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് തന്നെ നമ്മൾക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കും വാർദ്ധക്യത്തിൽ 10 മടങ്ങായിട്ട് തിരിച്ചു വരും. അവരെ സേവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ആ സേവനം 10 മടങ്ങായിട്ട് തിരിച്ചു വരും. അതല്ലാതെ സ്വന്തം മക്കൾക്ക് മാത്രം ധാരാളം കൊടുത്തിട്ട് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കും എന്ന് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം ആ കർമ്മം നിങ്ങൾ ചെയ്തിട്ടില്ല. അതിനാൽ ആ കർമ്മഫലവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. എത്ര മക്കളുണ്ടെങ്കിലും ശരി. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.